വനം വന്യജീവി വകുപ്പ് മന്ത്രി. സാറേ, സോളാർ നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇൻവെർട്ട് ചെയ്യാതെ നേരിട്ട് സംഭവിക്കുന്ന വിധത്തിൽ മെഗാ സ്കെയിൽ സോളാർ നിയമങ്ങളോടനുബന്ധിച്ച് ബാറ്ററി സ്റ്റോറേജ് ആസൂത്രണം ചെയ്യുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുന്നതാണ്. സോളാർ നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന DC രൂപത്തിലുള്ള വൈദ്യുതി ഇൻവെർട്ടർ ഉപയോഗിച്ച് ആദ്യം AC ആയി പരിവർത്തനം ചെയ്യുകയും തുടർന്ന് മറ്റൊരു ബാറ്ററി ചാർജർ കൺവെർട്ടർ ഉപയോഗിച്ച് DC ആക്കി ബാറ്ററി ചാർജ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ AC കപ്പിൾഡ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർ, സോളാർ വൈദ്യുതി ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് ഗ്രിഡ് സ്റ്റെബിലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യത പരിശോധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ വൈദ്യുതി ശൃംഖലയിലുള്ള സ്വാധീനം പരിശോധിക്കുന്നതിന് വേണ്ടി KSEBL ഒരു ആഭ്യന്തര സമിതിയെ ചുമതലപ്പെടുത്തുകയും ആയത് ഗ്രിഡിൽ ഉണ്ടാക്കുന്ന പ്രഭാവം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പുനരുപയോഗ ഊർജ്ജ ചട്ടങ്ങൾ മാർച്ച് 30-ന് ശേഷം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിനാൽ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഡിസ്കഷൻ പേപ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം കരട് ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും തുടർ നടപടിക്ക് ശേഷം ഇത് നിലവിൽ വരികയും ചെയ്യും. കഴിയും. ഇത്തരം മൈക്രോ ഗ്രിഡ് രൂപപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായി ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് സംഭാവന വിഭാവനം ചെയ്താൽ DCയിൽ നിന്ന് ACയിലേക്കും തിരിച്ച് ACയിൽ നിന്ന് DCയിലേക്കും ട്രാൻസാക്ഷൻ കുറക്കാൻ കഴിയുന്നതാണ്. നിയമപരിധി ഇപ്പോഴുണ്ട് എങ്കിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഡ്രാഫ്റ്റ് പോളിസി ഇതിന് നിയമവ്യവസ്ഥകൾ നൽകുന്നുണ്ട്. ഇനിയും ആവശ്യമുള്ള റെഗുലേഷൻ മാറ്റത്തിനായി അത്തരം ആവശ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ KSERCയെ സമീപിക്കാവുന്നതാണ്. ശ്രീമതി CK ആശ. സർ, 2016 മുതൽ സംസ്ഥാനത്ത് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന ശേഷി എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നടപ്പിലാക്കുവാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മിനിസ്റ്റർ. സർ, സോളാർ വൈദ്യുതി ഉൽപ്പാദനം 2016 മുതൽ ഈ സമയം വരെ 1516 മെഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് 16.5 മെഗാവാട്ടായിരുന്നു. ഇപ്രകാരം 1499.5 മെഗാവാട്ടിൻ്റെ വർധനയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വരുന്ന 6 വർഷത്തിൽ പുരപ്പുറ സോളാർ ശേഷി 3000 മെഗാവാട്ടായി ഉയർത്താനുള്ള പദ്ധതികളാണ് KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. സർ, തീർച്ചയായും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രയോജനകരമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിന് പകരം സോളാർ വൈദ്യുതി ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം കൂടി ആ കാര്യത്തിൽ പരിഗണിക്കുന്നതാണ്. ശ്രീ ഇ ചന്ദ്രശേഖരൻ. സർ, പീക്ക് അവർ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് ബാറ്ററി സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടോ? അതിൻ്റെ ഫലമായി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് പുനരുപയോഗ അധിഷ്ഠിത വൈദ്യുതി ഗ്രിഡിലേക്ക് സംയോജിപ്പിക്കുന്നതിന് നൂതന ഊർജ സംരക്ഷണ സംവിധാനമായ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ ET ടൈസൺ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ K വിജയൻ. സർ, പാചകമടക്കം വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിച്ചിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുന്നുണ്ട്. ഗോ ഇലക്ട്രിക് ലോകമെമ്പാടും നടക്കുന്നു.